സാറ് പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖ് സാറിനോടും. പിന്നെ ഉള്ളത് ഇപ്പൊ നല്ലൊരു ചോക്ലേറ്റ് ബോയ് ആയിട്ട് ചിരിച്ച് മാടപ്രാവിനെ പോലെ ഇരിക്കുന്ന ശങ്കർ ഇന്ദുചൂട്. ശങ്കർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ നോക്കിയിരുന്നു റിവ്യൂസ് ഒക്കെ. അപ്പൊ ആദ്യം വായിച്ചത് അവന്റെ മോന്താണ്ട് അടുത്ത് റോട്ടിലിട്ട് അടിക്കാൻ തോന്നുന്നുണ്ട്, മടലിട്ടിരുന്നെങ്കിൽ അവന്റെ തലക്കിട്ട് അടിക്കാൻ തോന്നുന്നു. അപ്പൊ എനിക്ക് ആദ്യം പേടിയാണ് വന്നത്, അയ്യോ ഞാൻ ചെയ്തത് പാളിപ്പോയോ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നല്ലൊരു സിനിമയിൽ എന്റെ ഭാഗമാണോ ഏറ്റവും തെറ്റായി പോയെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ നേരെ തിയേറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ പ്രേക്ഷകർ കാണിച്ച ഒരു സ്നേഹം, എന്റെ അൺഡൗട്ടഡ്ലി ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആണ് മീഡിയ ആസ് വെൽ. ലൈക്ക് വളരെയധികം ഒരു സപ്പോർട്ടാണ്. എനിക്ക് സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും. എനിക്ക് ആസ് എൻ ആക്ടർ ഇറ്റ്സ് എ ബിഗ് ഡ്രീം. അപ്പോൾ അത് ലൈക്ക് അത് നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ആണ് അവിടെ എനിക്ക് അത് മാനിഫെസ്റ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു ദ മീഡിയ ആസ് വെൽ ആസ് കണ്ട പ്രേക്ഷകരോട്. അപ്പോൾ എല്ലാവരും അത് വളരെ റൈറ്റ് ആയിട്ട് ലൈക്ക് ആ പെർഫോമൻസിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് അത് കൺവേ ചെയ്തിരുന്നു. സോ അത് ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം എന്താ പറയുക ഒരു സപ്പോർട്ട്, ഒരു പുഷാണ് തന്നത്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ശാന്തി ചേച്ചിയോടും ശിരു ചേട്ടനോടുമാണ്. ലൈക്ക് അവരാണ് എൻ്റെ ഒരു പ്രൊഫൈൽ സാറിലേക്ക് എത്തിക്കുന്നതും. പിന്നെ ജിത്തു സാർ, ലൈക്ക് സാർ ഈ കഥാപാത്രം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ ലൈക്ക് ഒരു സ്വപ്നമാണ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇത്രയും സ്റ്റോൾവേർഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ലാൽ സാർ, ദീക് സാർ, ജഗദീഷ് ചേട്ടൻ. അപ്പോൾ ഇവരോട് വർക്ക് ചെയ്യുന്ന ഓരോ എനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു. കാരണം എങ്ങനെ ഒരു ബെറ്റർ ആക്ടർ ആവാം, ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാം എന്ന് ഇവരുടെ പെർഫോമൻസിലൂടെ എനിക്ക് മനസ്സിലായി. ലൈക്ക് ഓരോ ദിവസവും ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ഷോട്ടിന് ശേഷം ഞാൻ ചേച്ചി പറഞ്ഞ പോലെ മാറി നിന്ന് ഇവരുടെ ഓരോ പെർഫോമൻസസും റിയാക്ഷൻസും ഇവരെങ്ങനെയാണ് അത് ക്യാരി ചെയ്യുന്നത് എന്ന് കാണുന്നത് തന്നെ എനിക്കൊരു ലൈക്ക് ഫോർ മീ ഇറ്റ് വാസ് എ ബിഗ് ലേണിംഗ്. അപ്പോൾ അവരോട് അധികം നന്ദി ഫോർ ഓൾ ദി ആക്ടേഴ്സ്, ഓൾ ദി കോ സ്റ്റാർസ് ആസ് വെൽ ആസ് ജിത്തു സർ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട പേര് അനശ്വര. ഈ സിനിമ ആദ്യം എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സാറ എന്നൊരു കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനുള്ള ഒരു പെർഫോമൻസ് സ്പേസും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു സാറയുടെ ഇത് വായിച്ചപ്പോൾ. സോ അത് അൺഡൗട്ടഡ്ലി ഭയങ്കര അത് പോർട്രേ ചെയ്തേക്കണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആയിരുന്നു. ലൈക്ക് കൂടെ അഭിനയിച്ചിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗംഭീരമായിട്ട് അനശ്വര അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്താ അറിയില്ല, വേർഡ്സ് വരുന്നില്ല ഈ ഒരു മൂമെന്റിൽ. എന്താ പറയുക, ഭയങ്കര നന്ദിയാണ് പറയുന്നത് ലൈക്ക് യൂണിവേഴ്സിനോടും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോടും പറ്റിയത്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജിത്തു സാറിനോടും ആശീർവാദ് സിനിമാസിനോടും. എടുത്തു പറയേണ്ട പേരാണ് ശ്രീ ആന്റണി പെരുമാൾ സാറിൻ്റെ. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു ബ്രദർ ലൈക്ക് ഒരു സ്നേഹവും ഒരു മെന്റർ ലൈക്ക് അദ്ദേഹം തരുന്ന അഡ്വൈസസ് ഒക്കെ എനിക്ക് തോന്നുന്നു ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ട്രഷർ തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് എനിക്ക് ആസ് എൻ ആക്ടർ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ശങ്കർ. സോ ഒരു പടത്തിന്റെ വിജയം